ഞാൻ ആ നിൽക്കുന്ന ഭാഗത്തുള്ള ഒരു മഞ്ഞ ബോർഡ് കണ്ടോ, അത് ലേബേഴ്സ് ഛത്രത്തിൻ്റെ ബോർഡാണ്. മുൻ എപ്പിസോഡുകൾ കണ്ടല്ലോ, 1886 ക്ലാരിഡ്ജും AFF മാർട്ടിനും ടോപ്പ് സ്റ്റേഷനിൽ നിന്നും കൊറങ്ങണിയിലേക്കുള്ള ആ വഴി കണ്ടുപിടിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നുമുള്ള എല്ലാ ആളുകളും ഇവിടത്തേക്കുള്ള എല്ലാ ആഹാര സാധനങ്ങളും കൊണ്ടുവന്നേക്കുന്നത് ഈ കൊറങ്ങണിയിൽ ആഹാര സാധനങ്ങൾ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഈ വലിയ മലനിരകൾ കയറി മുകളിലെത്തിയിട്ടായിരുന്നു ഈ ആഹാര സാധനങ്ങൾ എത്തിച്ചതും ആളുകൾ വന്നതും. ഇവിടെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ ജംഗ്ഷനിൽ നിന്നും, അതായത് വട്ടവടയ്ക്ക് തിരിയുന്ന ആ ഭാഗത്തു നിന്നും ഒരു 50 മീറ്റർ മുന്നോട്ട് ടോപ്പ് സ്റ്റേഷനിലെ വാച്ച് ടവറിലേക്കുള്ള ഡയറക്ഷനിൽ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിൽ ഛത്രം എന്ന ഒരു ബോർഡ്, ലേബേഴ്സ് ഛത്രം എന്ന ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്ന കാണാം. ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ ഇരുമ്പ് തൂണിൽ പണിതിരിക്കുന്ന ഒരു പഴയ ബോർഡാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ലേബേഴ്സ് ഛത്രം കാണാം. ഈ ലേബേഴ്സ് ഛത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവർ ഈ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ട് ഇവരെ ഈ ലേബേഴ്സ് ഛത്രത്തിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് അവിടെ കങ്കാണിമാരുണ്ടാവും, പല ഭാഗത്തു നിന്നും വരുന്ന കങ്കാണിമാരുണ്ടാവും. മധുര, ചെങ്കൽപ്പെട്ട്, തേനി, ബോഡിനായ്ക്കന്നൂർ, അങ്ങനെ പല ഭാഗത്തു നിന്നും വരുന്ന കങ്കാണിമാരുണ്ടാവും. കങ്കാണിമാരും കമ്പനിയുടെ ഒരു കണക്കപ്പിള്ള ഉണ്ടാവും. അവരെല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും പേര്, വിവരങ്ങൾ, വയസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ ലേബേഴ്സ് രജിസ്റ്റർ ബുക്കുണ്ട്, അതിൽ എഴുതി വെക്കും. അതിനുശേഷം ഇവരെല്ലാം ഈ പല ഏരിയയിൽ നിന്നാണല്ലോ വരുന്നത്. അന്ന് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും മാത്രമല്ല, സൗത്ത് ഇന്ത്യ മുഴുവനും ഒരുപാട് മലമ്പനി, കോളറ തുടങ്ങിയ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് ഇവരെല്ലാം വന്നു കഴിയുമ്പോൾ ഇവർക്ക് അവിടെ ഒരു ഗന്ധകം ഇങ്ങനെ പുകയ്ക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗന്ധകം പുകയ്ക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അത് രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു, അത് ഊസി പൊട്ടിടും, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർക്ക് ഊസി പൊട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വല്ല പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ വല്ല വരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം 3 മണിക്കൂർ അവരെ ആ ഛത്രത്തിൽ അവർ വിശ്രമിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഓരോ എസ്റ്റേറ്റിലേക്കുമുള്ള ആൾക്കാരെ പല എസ്റ്റേറ്റിലേക്കും അവർ വിടുന്നത്. അപ്പോൾ ഈ കൂലിയാൾ ഛത്രം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. കൂലിയാൾ ഛത്രം എന്നാണ് അതിന് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ ലേബേഴ്സ് ഛത്രം എന്നവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ആ ജംഗ്ഷനിൽ നിന്നും നേരെ വട്ടവടയ്ക്ക് പോകുമ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഈ ഛത്രം ഇപ്പോഴും കാണാൻ സാധിക്കും. കൊരങ്ങണിയിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്ന കങ്കാണിമാരും അവരുടെ കൂടെ വരുന്ന ഇവിടെ ജോലിക്ക് വരുന്ന ജനതയും എല്ലാവരും കൊരങ്ങണിയിൽ നിന്ന് വന്നെത്തുന്നത് ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ ഛത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാം പേരും ഏത് കങ്കാണിയുടെ അണ്ടറിലാണ് വരുന്നത്, എന്നിട്ടാണ് ഏത് എസ്റ്റേറ്റിലേക്ക്, പള്ളിവാസൽ എസ്റ്റേറ്റിലേക്ക് 150 പേര് വേണമെങ്കിൽ പള്ളിവാസൽ എസ്റ്റേറ്റ് 150 പേര്, 100 പേര് സൂര്യനെല്ലി എസ്റ്റേറ്റ്, ചിറ്റുവര എസ്റ്റേറ്റ് 50 പേര്, അങ്ങനെ ഓരോ എസ്റ്റേറ്റുകളിലേക്കും ആളുകളെ വിടുന്നത്. ഈ ഛത്രത്തിൽ വന്നിട്ട് ഓരോ കങ്കാണിമാരും കണക്കപ്പിള്ളയും എല്ലാം കൂടി ഇരുന്ന് ഒരു കണക്കുണ്ടാക്കിയതിന് ശേഷമാണ്, അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതിയതിന് ശേഷമാണ് ഏത് കങ്കാണിയുടെ അണ്ടറിലാണ് ഇവർ വർക്ക് ചെയ്യുക എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിയതിന് ശേഷം ഓരോ എസ്റ്റേറ്റിലേക്ക് അവർ ഇവിടെ നിന്ന് പോകുമായിരുന്നു. മുമ്പ് ഈ ടോപ്പ് സ്റ്റേഷനിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലായിടവും തന്നെ എല്ലാ സമയവും തന്നെ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. അത് ടോപ്പ് സ്റ്റേഷൻ മാത്രമല്ല, ഈ കണ്ണൻദേവൻ മലനിരകൾ മുഴുവൻ മിക്ക സമയങ്ങളിലും മഞ്ഞും മഴയും ഒക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലാണെങ്കിലും നല്ലപോലെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ റോഡ് 1886 കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കങ്കാണിമാരും ഇവിടെ വർക്ക് ചെയ്യാനുള്ള ജനതയും എല്ലാവരും കയറി ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് കൊറങ്ങണി വഴി വന്നല്ലോ. അപ്പോൾ 1926 അപ്പൻ്റെ തോളിലിരുന്നിട്ട് ഒരു കൊച്ചുകുട്ടി, 4 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടി അപ്പൻ്റെ തോളിലിരുന്നിട്ട് ഈ കൊറങ്ങണി വഴിയായിട്ട് ഈ വലിയ മലനിരകൾ കയറി കുട്ടിയെ തോളത്ത് വെച്ചു. അങ്ങനെ അവർ കയറി ഒരു ഗ്രൂപ്പ് 150 ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം. അവരെല്ലാം കൂടെ ഈ കൊറങ്ങണി വഴിക്ക് ഈ മലകൾ കയറി ഏറ്റവും മുകളിൽ ടോപ്പ് സ്റ്റേഷനിലും അവിടെ നിന്ന് ഛത്രത്തിലും ഒക്കെ എത്തി. അടുത്ത എപ്പിസോഡിൽ അവരെ കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു.